അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ മുഖാമുഖത്തിന്റെ ആദ്യ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ രണ്ട് വിഷയങ്ങൾ വളരെ സുവ്യക്തമായിക്കൊണ്ട് തന്നെ കേട്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. വ്യക്തമായി ബോധ്യപ്പെടുമാറ് വിഷയങ്ങളെല്ലാവരും നമ്മൾ കേട്ടു. ഇൻഷാ അല്ലാഹ് ഇനി സദസ്സിൽ നിന്നുള്ള സഹോദരങ്ങളുടെ വിഷയത്തിൽ ഊന്നി നിന്നുള്ള സംശയങ്ങൾക്കുള്ള സംശയ നിവാരണമാണ് നടക്കുവാനുള്ളത്. അതിൻ്റെ മുന്നോടിയായി സൂചിപ്പിക്കുവാനുള്ളത്, ഈ സദസ്സിലിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതെല്ലാം കൂടെ ദൂരീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഈ ശുഷ്കമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സാധ്യമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന, തവസ്സുൽ, ഇസ്തിആസ എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയായിരിക്കണം എൻ്റെ ശ്രോതാക്കളുടെ സംശയങ്ങളും ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് വിഷയാവതരണത്തിൽ നിന്നും നമ്മിലേക്ക് ഒരുപാട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത്. അവയുടെ ദൂരീകരണത്തിനാണ് ഈ സദസ്സിനെയും സമയത്തെയും ഉപയോഗിക്കേണ്ടത് എന്നുകൂടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സദസ്സിലെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഇവിടെ മുന്നിൽ മൈക്ക് പോയിന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികൾ, ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് വന്നിരിക്കുവാനുള്ള സൗകര്യവും മുന്നിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംശയം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ മുന്നിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഓരോരുത്തരായിക്കൊണ്ട് സംശയങ്ങൾ ചോദിക്കണം എന്നറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രമാണബദ്ധമായിക്കൊണ്ട് നമ്മുടെ മുന്നിൽ അവയുടെ നിവാരണം നിർവഹിക്കപ്പെടുന്നതായിരിക്കും. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനായി ഓരോരുത്തരെയായിക്കൊണ്ട് ക്ഷണിക്കുന്നു. മാഷാ അല്ലാഹ്, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു. ഈ മുഖാമുഖം പരിപാടി വളരെയധികം പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഈ പരിപാടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ മൊയ്തീൻ ഷെയ്ഖെ സഹായിക്കണേ, ബദരീങ്ങളെ സഹായിക്കണേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അറിയാൻ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രിസ്തുമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലോട്ട് വന്നതാണ്. എൻ്റെ പേര് സയ്യിദ് ഇബ്നു ജോർജ്. അപ്പോൾ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. കാരണം ഈസാ അലൈഹി സ്വലാം വരെ ബൈബിളിൽ അള്ളാഹു ദൈവത്തോട് മാത്രമാണ് ചോദിച്ചത്. പക്ഷേ ഇങ്ങനെ ഈ ഒരു സമ്പ്രദായം മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടാകാൻ കാരണം ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആൻ മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ പറയും. സൂറ അൻകബൂത്തിലാണെന്ന് തോന്നുന്നു. അത് പല ആയത്തുകളിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. നമ്മൾ വൽ മാൽ വൽ ബനു എല്ലാ രീതിയിലും നമ്മൾ പരീക്ഷിക്കപ്പെടും. അപ്പോ ഈ മൊയ്തീൻ ഷെയ്ഖിനേക്കാളും ബദരീങ്ങളെക്കാളും ഉന്നതനാണ് ഈസാ നബി, ജീവിച്ചിരിക്കുന്ന ഈസാ നബി. ഈസാ നബിയോട് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വിഭാഗം ആൾക്കാർ ഈസാ നബിയോട് ചോദിക്കുന്നുണ്ടോ? അതാണ് എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇതിന്റെ ഉത്ഭവം എവിടെയാണ്? ഈ മൊയ്തീൻ ഷെയ്ഖെ സഹായിക്കണേ, ബദരീങ്ങളെ സഹായിക്കണേ എന്നുള്ള ഇതിന്റെ ഉത്ഭവം എവിടെയാണ്? കാരണം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം വായിച്ചിട്ടുണ്ട്, സ്വഹാബികളുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അവരൊന്നും മുൻ പ്രവാചകന്മാരോട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ പ്രവാചകന്മാരോട് ആരോടും ചോദിച്ചിട്ടില്ല. ഒരു പ്രവാചകനും ആരോടും ചോദിച്ചിട്ടില്ല. എല്ലാവരും അള്ളാഹുവിനോട് ചോദിച്ചു. അപ്പൊ ഇങ്ങനൊരു സമ്പ്രദായത്തിന്റെ ഉത്ഭവം എവിടെയാണ്? അതിന്റെ ഇതിനുള്ള അള്ളാഹു എല്ലാം അറിയുന്നതാണ്. അള്ളാഹു എല്ലാം അറിയുന്നതാണ്. അപ്പൊ അള്ളാഹു എല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ വഴിക്ക് പോകുന്നത്, മറ്റുള്ളവർ ചേരുന്നതിന്റെ അതിന്റെ ഈ ഒരു കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് നന്നായിരുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിലേക്കാണ് അദ്ദേഹം നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്.
സ്വാഭാവികമായും ഈ വിഷയാവതരണം കേൾക്കുമ്പോൾ ധാരാളം ആളുകൾ ന്യായമായും ചിന്തിക്കുന്ന ഒരു വസ്തുതയുമാണ്, എങ്ങനെയാണ് പിന്നെ ഇത്രയധികം വചനങ്ങൾ വിശുദ്ധ ഖുർആനിലും പ്രവാചക ഹദീസിലും ഉണ്ടായിട്ട് ഈ സമുദായത്തിൽ എന്തുകൊണ്ട് ഇത്തരം തെറ്റായ പ്രവണത കടന്നു വന്നു? അതിൻ്റെ പിതൃത്വം അന്വേഷിക്കുമ്പോൾ വായിച്ചിടത്തോളം മനസ്സിലാക്കിയിടത്തോളം ബോധ്യപ്പെടുന്നത് ഷിയാക്കളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്ഭവം എന്നതാണ്. ഇസ്ലാമിക ലോകത്ത് ആദർശ രംഗത്തെ ചില അതിരുകവിഞ്ഞ നയങ്ങളുമായി വന്നവരാണ് ഷിയാക്കൾ. രാഷ്ട്രീയ ലാഭങ്ങളാണ് ആദ്യകാലത്ത് അവർ ഉന്നമിച്ചതെങ്കിലും അതിനുവേണ്ടി പ്രവാചക കുടുംബത്തിന്റെ പേരിൽ ഇല്ലാത്ത ഒരുപാട് കഥകൾ പറഞ്ഞുണ്ടാക്കുകയും പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹത്തെ തങ്ങളുടെ ഔദ്യോഗിക ആദർശമായി മുന്നോട്ട് വെക്കുകയും ചെയ്ത് രംഗത്ത് വന്നവരാണ് ഷിയാക്കൾ. പിന്നീട് അവർ അതിനുവേണ്ടി ധാരാളം വ്യാജമായ കഥകൾ പടച്ചുണ്ടാക്കി പ്രവാചകൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന പേരിൽ അവർ പ്രചരിപ്പിച്ചു. എന്നിട്ട് ചില ആളുകൾക്ക്, നബി കുടുംബത്തിൽ ജനിച്ച ചില ആളുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും അവരൊക്കെ ഈ ലോകത്തിന്റെ നിയന്ത്രണങ്ങളിൽ പങ്കുള്ളവരാണ് എന്ന തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഹസൻ, ഹുസൈൻ, ഫാത്തിമ തുടങ്ങിയ ആ കുടുംബത്തിലെ പ്രധാന കണ്ണികളെക്കുറിച്ചുമൊക്കെ അങ്ങനെ തെറ്റായ ധാരാളം വിശ്വാസങ്ങൾ അവർ കൊണ്ടു നടന്നു. ആ അലിയും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയും ഈ ലോകത്തിന്റെ നിയന്ത്രണങ്ങളിൽ പോലും പങ്കുള്ളവരാണ് എന്ന് അവർ വാദിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഖുർആനിക വചനങ്ങളെപ്പോലും അവർ ദുർവ്യാഖ്യാനിച്ചു. ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 55-ാമത്തെ വചനം, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമുന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ എന്ന വചനം ഷിയാക്കൾ ദുർവ്യാഖ്യാനിച്ച ഒരു വചനമാണ്. നിങ്ങളുടെ വലിയ അല്ലാഹുവാണ്. അവരതർത്ഥം പറഞ്ഞത് നിങ്ങളുടെ കൈകാര്യകർത്താവ് അല്ലാഹുവാണ്. അതേപോലെ റസൂലുഹു റസൂലുമാണ്. വല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അലിയുമാണ് എന്നാണ് ഷിയാക്കളുടെ വ്യാഖ്യാനം. അപ്പോൾ കൈകാര്യകർത്താവ് അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, അലിയുമാണ് നിങ്ങളുടെ കൈകാര്യകർത്താവ് എന്ന് വാദിക്കുകയും അതുകൊണ്ട് പ്രവാചകന്റെ കാലശേഷം അലിയാണ് ഖലീഫയാകേണ്ടത് എന്ന് പോലും അതിന്റെ മറവിൽ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ആ ഷിയാക്കളിൽ നിന്ന് ഉത്ഭൂതമായി വന്ന മറ്റൊരു ചിന്താധാരയാണ്, ഭക്തി പ്രസ്ഥാനമായി കടന്നു വന്നതാണ് സൂഫിസം, തസവ്വുഫ്. ത്വരീഖത്തുകൾ ശൈഖും മുരീരുമായി പരിചയപ്പെടുത്തപ്പെടുന്നവർ ഷിയായിസത്തെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ തസവ്വുഫ് എന്നുള്ളത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ സൂഫിസം കൊണ്ടുവന്ന ആളുകൾ ആത്മാർത്ഥ ഉള്ളവരായേക്കാം. പക്ഷേ അത് പിന്നീട് ഷിയാക്കൾ എന്താണോ പറഞ്ഞത് അത് അതേപടി ഏറ്റുപറയുന്നിടത്തേക്കാണ് ആ തസവ്വുഫ് എത്തിയത്. ചില വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരികയും അവർ ഈ ലോകത്തിന്റെ കൈകാര്യങ്ങളിൽ പങ്കുള്ളവരായി പരിചയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖിനും പോലുള്ള പണ്ഡിതന്മാർ ഒരുപക്ഷെ സ്വഹാബിമാരെക്കാളേറെ മുന്നിലേക്ക് ഈ സമുദായത്തിൽ ഉയർത്തിക്കാണിക്കപ്പെട്ടത്. പ്രവാചകന്റെ കാലശേഷം സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടർ അബൂബക്കർ സിദ്ദീഖാണല്ലോ, പിന്നെ ഉമർ ഖത്താബാണ്, പിന്നെ ഉസ്മാൻ അഫ്ഫാനാണ്, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബാണ് റളിയല്ലാഹു അൻഹും. പിന്നീട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10-ൽ ബാക്കിയുള്ള 6 പേരാണ്. പിന്നെ മറ്റു സഹാബിമാർ, അതിൽ തന്നെ ബദറിൽ പങ്കെടുത്തവർ, ശേഷം ഉഹദിൽ പങ്കെടുത്തവർ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളിൽ ആ മുൻഗണനാക്രമം പഠിപ്പിക്കപ്പെടുന്നു. മക്ക ഫതഹിന് മുമ്പ് വിശ്വാസികളായവർ ശേഷം വിശ്വാസികളായവരേക്കാൾ മികച്ചവരാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ബൈഅത്തുൽ റിദ്വാനിൽ ബൈഅത്ത് ചെയ്തവർ, നബിയുമായി ഉടമ്പടി ചെയ്തവർ ഉത്കൃഷ്ടരാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ശേഷം താബിഉകൾ, പിന്നെ താബിഉകൾ, അങ്ങനെയാണ് മുൻഗണനാക്രമം. എന്നാൽ പ്രവാചകന്റെ കാലം കഴിഞ്ഞ് 460 കൊല്ലം കഴിഞ്ഞിട്ട് 471 ജനിച്ച ആളാണ് മുഹീദ്ദീൻ ഷെയ്ഖ്. 561 അദ്ദേഹം മരണപ്പെട്ടത്.
പ്രവാചകന്റെ കാലശേഷം ഏകദേശം 5 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇറാഖിൽ ജീവിച്ച ഒരു മഹാനായ ഇസ്ലാമിക പ്രബോധകൻ എങ്ങനെ സ്വഹാബത്തിനേക്കാൾ സ്ഥാനത്തേക്ക് ഈ മനുഷ്യരെ എത്തിച്ചു? അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനപ്പേരുകൾ നൽകി. സൂഫികൾ ഔലിയാക്കളായ ആളുകൾക്ക് പുതിയ ചില വ്യാഖ്യാനങ്ങൾ നൽകി. കറാമത്തിനും മുഴുജത്തിനും പുതിയ ചില വ്യാഖ്യാനങ്ങൾ നൽകി. അങ്ങനെ ആ ഔലിയാക്കൾ മരണപ്പെട്ടാലും ഭൗതിക ലോകത്തുനിന്ന് ശരീരം നീങ്ങി എന്നല്ലാതെ അവിടെ ആത്മാവുകൾ ഇവിടെയെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു. എവിടുന്ന് വിളിച്ചാലും ഓടിയെത്താൻ സാധിക്കുമെന്ന് അവർ പ്രചരിപ്പിച്ചു. അതിനുവേണ്ടി കള്ളക്കഥകൾ എമ്പാടും ഉണ്ടാക്കി. പ്രവാചകൻ പറയാത്ത ഒരുപാട് വചനങ്ങൾ പ്രവാചകൻ പറഞ്ഞുവെന്ന പേരിൽ വ്യാജമായി ഉണ്ടാക്കി അവർ പ്രചരിപ്പിച്ചു. അങ്ങനെ കുത്തുബ്, ഗൗസ്, നുഖബാ, നുജബാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സാങ്കേതിക ശബ്ദങ്ങൾ അവർ കൊണ്ടുവന്നു. കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം. അച്ചുതണ്ട്, പ്രഭവ കേന്ദ്രം. കുത്തുബുൽ ആലം, ലോകത്തിന്റെ അച്ചുതണ്ട്. ലോകം മൊത്തം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓരോ നൂറ്റാണ്ടിലും അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് സൂഫികളുടെ വിശ്വാസം. ആ വ്യക്തിയെയാണ് അവർ കുത്തുബ് എന്ന് പരിചയപ്പെടുത്തിയത്. അതാണ് കുത്തുബുസ്സമാൻ, ഒരു കാലഘട്ടത്തിലെ കുത്തുബ്, നൂറ്റാണ്ടിലെ കുത്തുബ്. ഒരു നൂറ്റാണ്ടിൽ ഒരു കുത്തുബ് ലോകത്തുണ്ടാകുമെന്ന് സൂഫികൾ പറഞ്ഞു വെച്ചു. ആ കുത്തുബിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോകം മൊത്തം കറങ്ങുന്നത്. ആ കുത്തുബിന് കീഴിൽ ലോകത്തെ 3 ആക്കി ഡിവൈഡ് ചെയ്ത് 3 ആളുകൾക്ക് അതിന് സ്പെഷ്യൽ ചാർജ് നൽകിയിട്ടുണ്ട് എന്ന് അവർ പ്രചരിപ്പിച്ചു. അവർക്ക് കീഴിൽ 40 ആളുകൾ, അബ്ദാൽ എന്ന പേരിൽ 40 ആളുകൾ ഉണ്ട് എന്നും അവർ സിറിയയിൽ ഒരുമിച്ച് കൂടുമെന്നും സെനീർ എന്ന് പറയുന്ന ഒരു പർവ്വതമാണ് അവരുടെ മീറ്റിങ്ങുകളുടെ കേന്ദ്രമെന്നും അവർ വിശ്വസിക്കുന്നു. ഖിദർ നബി മരിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും അദ്ദേഹമാണ് ഈ കൂട്ടായ്മയുടെ റഈസ്, അതിന്റെ ചെയർമാൻ എന്നും അവർ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങൾ സൂഫിസ്റ്റുകൾ ഇവിടെ പ്രചരിപ്പിച്ചു. അങ്ങനെ ലോകത്ത് ഓരോ നൂറ്റാണ്ടിൽ ഓരോ കുത്തുബുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ലോകത്ത് വന്ന എല്ലാ കുത്തുബുകളും ആദം നബി മുതൽ ഇതുവരെ വന്നവരും ഇനി വരാനിരിക്കുന്നവരുമായ മുഴുവൻ കുത്തുബുകളെയും എടുത്താൽ ആ കുത്തുബുകളുടെ കുത്തുബ്, അതാണ് കുത്തുബുൽ അഖ്താബ്, അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട്. അതാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് അവർ പറഞ്ഞു വെച്ചു. അതിന് ഒരുപാട് കാരണങ്ങൾ അവർ പറയുന്നു. ഒന്ന്, ഉമ്മ വഴിയും ബാപ്പ വഴിയും അലി കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നതാണ് ഒരു യോഗ്യത. അന്തൽ ഹസനിയ വൽ ഹുസൈനിയ കുന്ത മഅൻ എന്ന കുത്തുബിയത്തിൽ കാണാം. ഹസൻ പരമ്പരയേക്കും ഹുസൈൻ പരമ്പരയേക്കും ഉമ്മയും ബാപ്പയും വഴി അദ്ദേഹം ചെന്നു ചേർന്ന് അലിയിലേക്ക് എത്തുന്നു, അലി വഴി നബിയിലേക്ക് എത്തുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. രണ്ടാമത്, അവരാണ് എല്ലാ അംബിയായിനേക്കാളും ഒരു അർത്ഥത്തിൽ മുകളിൽ നിൽക്കുന്നവർ എന്നാണ് സൂഫികളെ വിശ്വാസം. സൂഫികളെ വാദപ്രകാരം നബി എന്ന സ്ഥാനത്തേക്കാൾ വലുത് വലിയ എന്ന സ്ഥാനമാണ് അവർ എഴുതിയിട്ടുണ്ടത്. അവർക്ക് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ഒരു കാരണം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിടത്ത് അള്ളാഹു വലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ വലിയുക്കുമുല്ലാ, അള്ളാഹ് നിങ്ങളെ വലിയാണ്. അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു വിശ്വാസികളെ വലിയാണ്. എന്നാ അള്ളാഹു നബിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ കണ്ടുപിടുത്തം. അള്ളാഹു വലിയാണെന്ന് പറഞ്ഞു, അള്ളാഹു നബിയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നബിയേക്കാൾ സ്ഥാനം വലിയനാണ് എന്ന് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് സൂഫികളുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ഈ മുഹീദ്ദീൻ ഷെയ്ഖാണ് എല്ലാ അമ്പിയാക്കളെയും സഹായിയായി വന്നിട്ടുള്ളത് എന്നവർ വിശ്വസിക്കുന്നു. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളപ്പൊക്കമുണ്ടായി കപ്പൽ യാത്ര ചെയ്യുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖാണ് രക്ഷപ്പെടുത്തിയത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. وكنت مع نوح بأعلى سفينتي بحارا وطوفانا على كف قدرتي. നൂഹ് നബിയുടെ കൂടെ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്റെ കഴിവാകുന്ന കൈയിലൂടെയാണ് ആ കപ്പൽ സഞ്ചരിച്ചത്. وكنت مع إبراهيم ملقا بناره وما بارد النيران إلا بدعوتي. ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അഭിമുഖമായി കൊണ്ട്. എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ തീ തണുപ്പായി മാറിയത് എന്ന് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞുവെന്നാണ് സൂഫികൾ പ്രചരിപ്പിക്കുന്നത്.
وكنت مع إسماعيل في الذبح شاهدا وليس نزول الكبش إلا بفتوتي. ഇസ്മായിൽ നബി അറുക്കാൻ കൊണ്ടുപോയപ്പോൾ സാക്ഷിയായി ഞാനുണ്ടായിരുന്നു കൂടെ. എന്റെ ഫത്വ കൊണ്ടാണ് അന്ന് അല്ലാഹു ആടിനെ പകരം നൽകിയത്. وكنت مع موسى في مناجاة ربه وموسى عصاه من عصاي استمدت. മൂസാ നബി അല്ലാഹുവുമായി സംസാരിക്കാൻ തൂർ സീനാ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി എന്റെ വടിയിൽ നിന്ന് അദ്ദേഹം എടുത്തതായിരുന്നു. وكنت مع يعقوب في وشم عينه وما برئت عيناه إلا بالتفلة. യാക്കൂബ് നബിയുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഞാനുണ്ടായിരുന്നു കൂടെ. എന്റെ തുപ്പുനീര് പുരട്ടിക്കൊടുത്തിട്ടാണ് യാക്കൂബ് നബിയുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു, അവിടെ സന്നിഹിതനായിക്കൊണ്ട്. ഇങ്ങനെ ഓരോ നബിമാരുടെയും കൂടെ അദ്ദേഹം ഉണ്ട് എന്ന് സൂഫികൾ പ്രചരിപ്പിച്ചു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര പോയപ്പോൾ ആകാശ ലോകത്ത് ജിബ്രീൽ പോന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ദൂരം നബിയെ കൊണ്ടുപോയത് മൊഹീദ്ദീൻ ശൈഖാണ് എന്ന സൂഫികളുടെ വിശ്വാസം. ജിബ്രീൽ കൊണ്ടുപോയി മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ യാത്ര. ബൈത്തുൽ മുഖദ്ദസിന്റെ ആകാശലോകത്തേക്കും ജിബ്രീൽ കൊണ്ടുപോയി. എന്നിട്ട് ഒരു പ്രത്യേകമായ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ എനിക്ക് പെർമിഷൻ ഇല്ല, അതുകൊണ്ട് താങ്കൾ പോയിക്കൊള്ളുക. മൗലിദ് കിതാബിൽ കാണാം, ഹത്താ ലി ബഹ്രിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. ഇനി എനിക്കങ്ങോട്ട് പോരാൻ അനുവാദമില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കുക, താങ്കൾ പോവുക, പേടിക്കേണ്ടതില്ല. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, അല്ലാഹുമായി സംസാരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് താങ്കൾ പേടിക്കണ്ട, താങ്കൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് പോയി. ഒറ്റയ്ക്ക് പോയി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിതെറ്റി, നബി തങ്ങൾ കാലുതെറ്റി താഴോട്ട് വീണുവെന്ന സൂഫികളെ വിശ്വാസം. ജിബ്രീൽ പോയി, ഒരാളുമില്ല രക്ഷക്ക്. അപ്പോൾ ഒരാൾ ഓടിയെത്തി ഷോൾഡർ കാണിച്ചെടുത്തു. ഷോൾഡർ കാണിച്ചെടുത്തു, ഷോൾഡറിൽ ചവിട്ടി ഒരുവിധം രക്ഷപ്പെട്ടു. ആരാ നോക്കുമ്പോ മൊഹീദ്ദീൻ ശൈഖായിരുന്നു. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്തീന്ന് സിനഹർ നബിയോർക്ക് ഈർമാനമായോവർ അവരെ ചുമന്നെന്ന് കാബ കൗസൈനിയിൽ എത്തിച്ച് ബർക്കത്തും വാങ്ങിത്തെളിന്തോവർ. സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് നബിക്ക് വാഹനമായി മാറി, നബിയെ ചുമന്ന് കാബ കൗസൈനി ഔ അദ്ന എന്ന് പറഞ്ഞ പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തു, ബർക്കത്തും വാങ്ങിപ്പോന്നു. നബിയെ ചുമതലയേറ്റി എങ്ങോട്ടയച്ചു? ഞാൻ അള്ളാഹുമായി സംസാരിക്കാൻ പോവുക, ശരി ഞാൻ എത്തിച്ചേരാം. അവിടെ കൊണ്ടുപോയി നിർത്തിക്കൊടുത്ത് ബറക്കത്തും വാങ്ങിപ്പോന്നു. ഈ നിലയ്ക്കെല്ലാം ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹം ഖുതുബുൽ അഖ്താബായത്. അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ബറക്കത്താണത്രേ, എന്റെ കാല് നിന്റെ ഷോൾഡറിൽ തട്ടിയത് കൊണ്ട് നിന്റെ കാല് എല്ലാവരുടെയും ഷോൾഡറിൽ ഉണ്ടാകും. അങ്ങനെ എല്ലാ ഉലിയാക്കന്മാരെക്കാളും മേലെ മൊഹീദ്ദീൻ ശൈഖ് വന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിശ്വാസമാണ് ഈ ഇസ്തിഗാസയും ഈ തെറ്റായ തവസ്സുലും ഈ ദർഗകളും ജാറങ്ങളും മാലയും മൗലീദും റാത്തീബും കുതുബിയത്തും അവസാനം അത് സ്ഥാപിക്കാൻ വേണ്ടി സമസ്ത എന്ന പ്രസ്ഥാനവും ഉണ്ടായത് ഈ ഒരു വിശ്വാസം സ്ഥാപിക്കാനാണ്, അല്ല ഖുർആനും ഹദീസും അടിസ്ഥാനത്തിലല്ല. അതാണ് ഖുതുബുൽ അഖ്താബ്. ആ ഖുതുബുൽ അഖ്താബിന് കീഴിലാണ് മറ്റ് കുത്തുബുകൾ, അവരെ കീഴിലാണ് ഓസുകൾ, അവരെ കീഴിലാണ് നുഖബാ, നുജബാ, അബ്ദാൽ എന്നൊക്കെ പല വ്യത്യസ്ത പേരുകളിൽ അവർ പരിചയപ്പെടുത്തുന്നു. അവരാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്, അവരെ കൺട്രോളാണ്. അപ്പൊ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ നേരെ ഖുതുബുൽ അഖ്താബിന് വിവരം കൊടുക്കും. ഖുതുബുൽ അഖ്താബ് താഴോട്ട് അത് പാസ് ചെയ്യും, അവർ അതിന് താഴോട്ട് പാസ് ചെയ്യും. അങ്ങനെയാണ് ലോകത്തേക്ക് ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു, ഔദ്യോഗികമായി അവർ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ആ ശൈഖിനെ കുറിച്ച് മദ്ഹുകൾ പറയുന്നു, അതിൽ അമിതമായി പാടുന്നു, ഒരു ലിമിറ്റുമില്ലാണ്. ഒരു ലിമിറ്റും എന്തും പറയാം, എങ്ങനെയും പറയാം. ഈസാ നബിയെ പറ്റി ക്രിസ്ത്യാനികൾ പറഞ്ഞ വാക്ക് അത് പറയാൻ പാടില്ല എന്നേ ഉള്ളൂ. ബുർദ ബൈത്ത് കാണാം, നസാറാക്കൽ അവൻ നബിയെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് ഒഴിവാക്കുക, വേറെ എന്തും നീ പറഞ്ഞോണം. അപ്പൊ ദൈവത്തിന്റെ പുത്രനാണ് പറയേണ്ട, അല്ലാത്ത എന്തും പറയാം. അങ്ങനെയുള്ള മദ്ഹുകൾ, പ്രശംസകൾ എന്ന പേരിൽ ധാരാളം പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളും ഉണ്ടായി വന്നു. അവർ മരിച്ചപ്പോൾ അവരുടെ ഖബറുകൾ പ്രത്യേകമായ കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തപ്പെട്ടു.
അവിടെ ചെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും അറിയും കേൾക്കുമെന്ന വിശ്വാസം പ്രചരിച്ചു. ഭൗതികമായ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി അവിടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. കുപ്പായം അഴിച്ചൊഴിവാക്കുന്നത് പോലെ ഈ ശരീരം അഴിച്ചവർ ഒഴിവാക്കി അവരെ കുറച്ചുകൂടെ ഫ്രീ ആയി. അതുകൊണ്ട് മരണശേഷം കഴിവുകൾ കൂടുമെന്നാണ് അവരുടെ വിശ്വാസം. ലോകം മൊത്തം അവർ കറങ്ങി നടക്കും. അവർക്ക് ഭാഷ പിന്നെ പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല. ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണും. സൂഫികൾ അബ്ദാലിനെ കുറിച്ച് പറഞ്ഞത്, ഔലിയാക്കന്മാർ പ്രമോഷൻ കിട്ടി കാറ്റഗറി കൂടി അബ്ദാൽ എന്ന സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ ഒരു സമയത്ത് 40 ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് 40 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുന്നതാണ്. അബ്ദാലിനും മേപ്പോട്ട് പോയി കുത്തുബും ഗൗസുമൊക്കെ ആയാൽ പിന്നെ ഒരു ലിമിറ്റുമില്ല. ഒരേ സമയത്ത് ലോകത്തെ എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും എന്നവർ വിശ്വസിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷിആയിസവും ഈ തസവുഫും, അതാണ് മുസ്ലിം സമുദായത്തിൽ ഈ തെറ്റായ പ്രവണത കൊണ്ടുവന്നത്. അതിനടിസ്ഥാനത്തിലാണ് മാലപ്പാട്ടുണ്ടായത്, മൗലിദുണ്ടായത്, കുത്തുബിയത്തുണ്ടായത്, റാത്തീബുണ്ടായത്, ഹദ്ദാദുണ്ടായത്, ദർഗയുണ്ടായത്, ജാറമുണ്ടായത്, സിദ്ധന്മാരുണ്ടായത്, ബീവിമാരുണ്ടായത്. ഇതൊക്കെയും ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അള്ളാഹു റസൂലും പഠിപ്പിച്ചത് പ്രകാരമല്ല. അള്ളാഹു റസൂൽ ജീവിച്ചിരിപ്പുണ്ട് ഒരു കാലത്ത്. അന്ന് റസൂലാണല്ലോ ഏറ്റവും വലിയ തങ്ങള്. അന്ന് റസൂലിന്റെ ഭാര്യമാർ അവരാണ് ഏറ്റവും വലിയ ബീവിമാർ. നബിയുടെ സ്വഹാബിമാർ അവരാണ് ഏറ്റവും വലിയ ഔലിയാക്കന്മാർ. എന്നിട്ട് അവിടെ നിന്നും ഈ രീതി നമ്മൾ കാണുന്നില്ല. ഇന്നും അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് കുതുബുസ്സമാൻ എന്ന് പറയുന്നില്ല. അബുദാല എന്ന പട്ടികയിലേക്ക് പോലും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല. ഉമർ ഖത്താബിനെ കുറിച്ച് പറയുമ്പോൾ വലിയുല്ലാഹി ഉമർ ഖത്താബ് എന്ന് പറയുന്നില്ല, വലിയുല്ലാഹി ഉസ്മാൻ അഫ്ഫാൻ എന്ന് പറയുന്നില്ല, കുതുബുൽ അഖ്താബ് എന്ന് പറയുന്നില്ല, ഔസ എന്ന പേര് പറയുന്നില്ല. എന്നാൽ ആ പേരൊക്കെ പിൽക്കാലത്തിന് ശേഷമാണ് ഉണ്ടായി വന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം അകലുകയും പകരം ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരികയും അങ്ങനെ ഷെയ്ഖും മുരീദുമായി ആ മുരീദിനെ ബൈഅത്ത് ചെയ്ത് ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്ത് ഷെയ്ഖിന്റെ കീഴിൽ മുരീദായി നിലകൊള്ളുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത്. യഥാർത്ഥത്തിൽ അത് ഷിയായിസമാണ്, അത് ജൂദായിസമാണ്. ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. ഇസ്ലാമിൽ ദർഗകൾക്ക് ഒരു സ്ഥാനവുമില്ല. വഫാത്താകുന്നതിന് അവസാന ദിവസങ്ങളിൽ പോലും നബി തങ്ങൾ പറഞ്ഞത് ഖബർ കെട്ടിയുയർത്താൻ പാടില്ല എന്നാണ്. വഫാത്താകുന്ന അവസാന ദിവസങ്ങളിൽ നബി തങ്ങൾ ബോധം കെട്ട് വീട്ടിൽ കിടക്കുന്ന സമയം നേരത്തെ പറഞ്ഞല്ലോ, അവസാനത്തെ 3-4 ദിവസം അന്നാ നബി തങ്ങൾ പള്ളിയിലേക്ക് വരാതിരുന്നത്. ബാക്കിയെല്ലാം പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നു. ആ ബോധമില്ലാതെ കിടക്കുന്ന ആ ദിവസങ്ങളിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇടയ്ക്ക് ബോധം വരുന്നു. ആ ബോധം വരുമ്പോൾ നബി പറഞ്ഞ വാക്ക് യഹൂദികളെയും നസ്വാറാക്കളെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. കാരണം പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയതിനാൽ. അവസാന സമയത്ത് നബി തങ്ങളുടെ വസിയ്യത്തിൽ പോലും നമുക്കത് കാണാൻ കഴിയുന്നു. അവസാനം ബോധമില്ലാതെ കിടക്കുമ്പോൾ പെട്ടെന്ന് ബോധം വന്നു. നബി എന്തോ പറയുന്നു. ആയിഷ ബീവി പറയാ, ഞാൻ ശ്രദ്ധിച്ചു നബി എന്താ പറയുന്നത്. അപ്പോഴും നബി പറഞ്ഞ വാക്കിലാണ്, അള്ളാഹു ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചിരിക്കുന്നു. കാരണം അംബിയാഇന്റെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയവർ. അത്രയേറെ കണിശമായി താക്കീത് ചെയ്ത വിഷയം ഇന്ന് ഉമ്മത്തിൽ ഇസ്ലാമിന്റെ ചിഹ്നമായി മാറി. മറ്റു ഹദീസിൽ കാണാം, ശിറാറുൻ നാസ് മൻ തുദ്രിക്കുഹുമുസ് സാഅ വഹും അഹ്യാ. ഈ ഉമ്മത്തിൽ മനുഷ്യകുലത്തിൽ ഏറ്റവും ദുഷിച്ചവർ 2 വിഭാഗമാണ്. ഒന്ന്, ലോകം അവസാനിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ. ലോകം അവസാനിക്കുമ്പോൾ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ള തലമുറ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികൾ അവരായിരിക്കും. രണ്ടാമത്, വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ. ആ രീതിയാണ് ഇസ്ലാമിന്റെ ചിഹ്നമായി പിന്നീട് മാറിയത്. അതുകൊണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കാതെ പോവുകയും അതിൽ നിന്ന് അകലുകയും പകരം ഈ സൂഫി ചിന്താഗതികൾ, ഭക്തി പ്രസ്ഥാനങ്ങൾ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തപ്പോഴാണ് ഈ അന്ധവിശ്വാസങ്ങളെല്ലാം സമൂഹത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനങ്ങളുടെ നയം ശരിയല്ലെന്ന് പഠിപ്പിക്കൽ തന്നെയാണ് രക്ഷപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട മാർഗവും. മുജാഹിദ് പ്രസ്ഥാനമല്ലാത്ത മറ്റു പല പ്രസ്ഥാനങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ തസവുഫും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫയാസ് എന്നാണ്. ഞാൻ കൊല്ലം സ്വദേശിയാണ്. എൻ്റെ ചോദ്യം ഇവിടെയുള്ള വിഷയത്തോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നതിനെക്കുറിച്ച് എൻ്റെ സംശയത്തെ ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു. 2 പ്രഭാഷണങ്ങൾക്ക് ശേഷം ഇവിടെ പറഞ്ഞ വ്യക്തി പറഞ്ഞതുപോലെ ഇവിടെ ഈ പ്രസംഗം നടക്കുമ്പോൾ ഉണ്ടായ
സംശയത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തെ പ്രഭാഷകന്റെ വാചകത്തിൽ നിന്ന് കടമെടുത്ത സുന്നത്താക്കപ്പെട്ട ഖബർ സിയാറത്തിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. ഒരു സാധാരണ വ്യക്തിയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും ഒരു അവരീന്റെ അല്ലെങ്കിൽ ഒരു ഔലിയായുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന നന്മയുടെ വ്യത്യാസമാണ് എൻ്റെ ചോദ്യം. ഈ ഒരു സാധാരണ വ്യക്തിയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും ഒരു മഹാനായ വ്യക്തിയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന നന്മ ഒരുപോലെയാണോ എന്നതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോഴും ഒരു സാധാരണ വ്യക്തിയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന നന്മയുടെ ഏറ്റക്കുറച്ചിലിനെ കുറിച്ചും എനിക്ക് സംശയമുണ്ട്. നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവേണ്ട വിചാരം, നമുക്കുണ്ടാവേണ്ട ചിന്ത എന്താണെന്ന് അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ പഠിപ്പിച്ച ഒരു കാര്യമാണ് സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം എന്നുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഖബർ സിയാറത്ത് അത് നിഷിദ്ധമാക്കപ്പെട്ടിരുന്നു. അതിനുള്ള കാരണം ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകൾ അവരുടെ ആദ്യകാല വിശ്വാസം പോലെ തന്നെയാണ് ഇവിടെയും എന്നൊരു ധാരണ അവരിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് അലാ കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ അലാ ഫസൂറുഹ, ആദ്യകാലത്ത് ഞാൻ നിങ്ങളെ ഖബർ സിയാറത്തിനെ തൊട്ട് നിരോധിച്ചിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഖബർ സിയാറത്ത്? അത് ഇസ്ലാമിൽ ഒരു കൃത്യമായ ലക്ഷ്യം അതിനുണ്ട്. ആ ലക്ഷ്യമാണ് ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലൂടെ വ്യത്യസ്ത റിവായത്തുകളിലൂടെ വന്നിട്ടുള്ള പദപ്രയോഗങ്ങളാണ്. ആ ഖബർ സിയാറത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കേണ്ടുന്ന ഗുണം അത് ആ ഖബറിൽ മറമാടപ്പെട്ട വ്യക്തിയിൽ നിന്നുള്ളതല്ല. ഈ ഒരു വിശ്വാസമാണ് പലപ്പോഴും ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കാനും തെറ്റായ തോന്നൽ വരാനും അവിടെ പണ്ഡിതന്റെ ഖബർ അല്ലെങ്കിൽ ഒരു മഹാത്മാവിന്റെ ഖബർ, മഹാത്മാവല്ലാത്ത ആളുടെ ഖബർ എന്നുള്ള വേർതിരിവ് നമ്മിലേക്ക് വരുന്നത് ആ ഖബറാളിയിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിൽ വരുമ്പോഴാണ്. ഒരിക്കലും ഖബർ സിയാറത്ത് ചെയ്യുന്നിടത്ത് ആ ഖബറാളിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാനില്ല. അത് മഹാനാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ പഠിപ്പിക്കപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾ അവിടെ ചെല്ലണം, എന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണം. അത് ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതേ സ്ഥാനത്ത് ആ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് അവിടെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല, അങ്ങനെ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഇന്ന് പൊതു സമൂഹത്തിന്റെ വിശ്വാസം എന്താണ്? ഖബറിങ്കിലേക്ക് ചെന്ന് നമ്മൾ ഖബറാളിയോട് പറഞ്ഞാൽ എന്റെ ദുരിതം, എന്റെ പ്രയാസം ആ ഖബറാളി എനിക്ക് നീക്കിത്തരും. ഈ വിശ്വാസമാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. പലപ്പോഴും ഖബറാളിയിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കൽ മാത്രമല്ല, ഖബറാളിയിൽ നിന്ന് നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ തടയാനും അപകടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങാനും ആ ലക്ഷ്യത്തോടു കൂടി ഖബറിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അതും പാടില്ല. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ കാണാം, വലിയ വളവുകൾ, വലിയ ചുരങ്ങളൊക്കെ ഉള്ളിടത്ത് ഒരു ഖബറുണ്ടാവും, ഒരു മക്ബറ. എന്നിട്ട് ഇന്ന ഉപ്പാപ്പാല ജാർ എന്നുള്ള പേരുണ്ടാവും, അവിടെ ഒരു പെട്ടി ഉണ്ടാവും. അത് എന്തിനാണ്? ഞാൻ ഈ ചുരം ഇറങ്ങുമ്പോൾ എന്നെ ഈ വളവിൽ എന്റെ വാഹനം അറിയാൻ പാടില്ല, അപകടം വരാൻ പാടില്ല. അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, ഈ ഖബറിൽ മറമാടപ്പെട്ട ആളിൽ നിന്ന് എനിക്ക് ചില സഹായങ്ങൾ ലഭിക്കും, എനിക്ക് അപകടം വരാതെ രക്ഷപ്പെടും, എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിൽ എന്നെ സഹായിക്കും. ഈ വിശ്വാസം ഒരിക്കലും ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഖബറാണെങ്കിലും ശരി, ആരുടെ ഖബർ സിയാറത്ത് ചെയ്യലിലും അങ്ങനെ ഒരു ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. അവിടുത്തെ ലക്ഷ്യം നമ്മുടെ ഹൃദയം ലോലമാകലാണ്. ഞാൻ എത്ര അഹങ്കരിച്ച് നടന്നാലും എത്ര വലിയവനായി നടന്നാലും നാളെ ഇതേപോലെ കിടക്കേണ്ടവനാണ് ഞാൻ. അതിനാണ് ഖബർ സിയാറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. രാത്രിയൊക്കെ ചിലപ്പോ തന്റെ റൂമിൽ നിന്ന് എണീറ്റ് പോയി ഉഹദിലേക്ക് പോയിട്ട് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുന്നത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് ആ ഖബറാളിക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ഖബറാളിയോട് സലാം പറയുക എന്നുള്ളതാണ്. അതുപോലെ അവനവന്റെ ഖബറെന്ന ജീവിതത്തെക്കുറിച്ചുമുള്ള ചിന്തയുണ്ടാവുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്ലാമിലെ ഖബർ സിയാറത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പോകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ മദീനത്തെ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള
പിന്നെ ബഖീഉൽ ഗർഖദ്, അവിടേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പോകാറുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രവാചകൻ രോഗിയായി കിടന്നത് 13 ദിവസമാണ്. ആ രോഗിയായി കിടക്കുന്നതിന്റെ ആദ്യ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് മറമാടി വരുന്ന സന്ദർഭത്തിലാണ് രോഗം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ ഉഹുദിലേക്ക് പോയിട്ട് പ്രത്യേകം പ്രാർത്ഥന അവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഈ ബഖീയിലേക്ക് പോയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഖബറാളിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, നമുക്ക് ഖബറിനെ കുറിച്ച് ബോധമുണ്ടാകുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരിക, നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് അടുക്കുക, കണ്ണുകൾ കരയുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ഖബർ സിയാറത്തിലുള്ളത്. പക്ഷെ ഇന്ന് അതിന്റെ രൂപങ്ങളും രീതികളും മാറി എന്ന് മാത്രം. അപ്പൊ ചില പ്രത്യേകത ആളുകൾക്ക് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അത് വലിയല്ലേ, അത് മഹാത്മാവല്ലേ, അത് ഷഹീദല്ലേ, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയൊരു വലിയ വേറല്ല. ആ പ്രവാചകനെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. ഉഹുദിൽ പങ്കെടുത്ത മഹാന്മാരുടെ ഖബറുകൾ എന്നും ഉഹുദിന്റെ താഴെ പ്രത്യേകിച്ച് ഒരു മറക്കുണ്ടാക്കി അതിനുള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരിക്കലും ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. അപ്പൊ ആ ഖബറിന്റെ ഉള്ളിലുള്ള ആളിൽ നിന്ന് ഇങ്ങോട്ട് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസം അതും കൊണ്ടുവന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഷിയാക്കൾ തന്നെയാണ്. ഷിയാക്കള് അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ചെയ്യേണ്ടുന്ന മര്യാദകൾ വിശദീകരിക്കുന്നിടത്ത് അവർ പറയാണ്, ഇതാ അത്തൈത്തൽ ബാബ ഫഖിഫ് ഖാരിജൽ ഖുബ്ബ, നീ ഖബർ സിയാറത്ത് ചെയ്യാൻ ചെന്നാല് അതിന്റെ കുബ്ബന്റെ പുറത്ത് നീ നിൽക്കണം. ഔമി ബി തർഫിക നഹ്വൽ ഖബർ, എന്നിട്ട് നിന്റെ കണ്ണുകൊണ്ട് ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കണം. വഖുൽ, എന്നിട്ട് നീ പറയണം, യാ മൗലായ, അല്ലയോ യജമാനരെ, യാ അബ്ദല്ലാ, അല്ലയോ അള്ളാഹുവിന്റെ അടിമ, യബ്ന റസൂലില്ല, അതായത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഖബറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ടോ അബ്ദുക, ഞാൻ നിങ്ങളുടെ അടിമയാണ്, വബിനു അമത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്ത് പറയണം? ജാഅക മുസ്തജീറൻ ബിദിമ്മതിക ഖാസിദൻ ഇലാ ഹറമിക മുതവജ്ജിഹൻ ഇലാ മഖാമിക, അങ്ങയുടെ മഖാം, ഈ സ്ഥാനം ഉദ്ദേശിച്ചുകൊണ്ടും അങ്ങയുടെ പവിത്രമായ ഈ പ്രദേശം ലക്ഷ്യം വെച്ചുകൊണ്ടും ഞാനിതാ അങ്ങയോട് അഭയം തേടിക്കൊണ്ട് വന്നിരിക്കുന്നു. സുമ്മൻ കബ്ബ അലൽ ഖബർ, എന്നിട്ട് നീ ഖബറിൽ മുഖം കുത്തി വീഴണം. വഖുൽ, നീ പറയണം, യാ മൗലായ, അല്ലയോ യജമാനരെ, അതൈതുക ഖൈഫ, ഞാൻ പേടിയുള്ളവനായിട്ടാ വന്നിട്ടുള്ളത്. ഫആമിന്നി, എനിക്ക് നിർഭയത്വം നൽകണം. വഅതൈതുക മുസ്തജീറ, ഞാൻ അഭയം ചോദിച്ചാ വന്നിരിക്കുന്നത്. ഫഅജിർനി, എനിക്ക് അഭയം നൽകണം. വഅതൈതുക ഫഖീറ, ഞാൻ ദരിദ്രനായ വന്നിട്ടുള്ളത്. ഫഅഗിന്നി, എനിക്ക് ധന്യം നൽകണം. യാ സയ്യിദി അൻത വലിയ മൗലായ എന്നൊക്കെ പറയാൻ ബിഹാറുൽ അൻവാർ എന്ന ഷിയാക്കൾ എഴുതി വെച്ച ഗ്രന്ഥത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അവിടുന്നാണ് ഇതും കടന്നു വന്നത്. അതുവരെ ഖബർ കെട്ടിപ്പൊക്കുന്ന ഏർപ്പാട് ഇല്ല. ജൂതന്മാരിലോ കടന്നു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയവും ആദർശവും അനുസരിച്ചുകൊണ്ട് ജീവിച്ച സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലൂടെ വന്ന ഒരാളിലും ആ ഖബർ കെട്ടിപ്പൊക്കുന്ന ഏർപ്പാട് ഇല്ല. ഖബർ കെട്ടിപ്പൊക്കാൻ തന്നെ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള അതിനുള്ളിലുള്ള ആളിൽ നിന്ന് ഇങ്ങോട്ട് ചിലതൊക്കെ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അങ്ങനെ ആ ഖബറിനെ അതിനെ കെട്ടിപ്പിടിക്കുക, അതിനെ പോയിട്ട് ഉമ്മ വെക്കുക. അവനാന്റെ ഉമ്മാനും കൂടി ഇത്ര സ്നേഹത്തോടു കൂടി ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഈ സിമന്റും കട്ടയെ പോയിട്ട് ഉമ്മ വെക്കുന്ന കെട്ടിപ്പിടിക്കുന്ന ആളുകളുണ്ട്. അതും ഇസ്ലാമിൽ തെറ്റാണ്. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ, ഇപ്പോ ഇമാം ഗസ്സാലിയെ പോലെയുള്ള, ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ, ഇമാം ഗസ്സാലി പറഞ്ഞത് കേട്ടോളൂ, പല വിഷയങ്ങളും പറയുമ്പോൾ നമ്മുടെ സമസ്തക്കാരായ ആളുകൾ ഇമാം ഗസ്സാലി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പറയേണ്ടത് ആരോടും പറയൂല. ഇമാം ഗസ്സാലി പറയാണ്, വലാ യമസ്സു ഖബറൻ വലാ ഹിജാറൻ, ഒരു ഖബറോ കല്ലോ ഒന്നും തൊടാൻ പാടില്ല. ഫഇന്ന ദാലിക മിൻ ആദത്തിൻ നസ്വാറ, അത് നസ്വാറാക്കളുടെ ഏർപ്പാടാണ്. അപ്പൊ ഇസ്ലാമിലേക്ക് വന്ന ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞ പോലെ നസ്വാറാക്കളിലൂടെ, ജൂതന്മാരിലൂടെ, ഷിയാക്കളിലൂടെ, സൂഫികളിലൂടെ അങ്ങനെ കടന്നു വന്നതാ. എന്നാൽ അദ്ദേഹം പറയാണ്, ഫഇന്നൽ മസ്ത വത്തഖ്ബീല ലിൽ മശാഹിദി മിൻ ആദത്തിൽ യഹൂദി വന്നസ്വാറ, ഇങ്ങനെയുള്ള മഷഹദുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദർഗകൾ എന്ന് പറയല്ലോ, അതിങ്ങനെ ചുംബിക്കലും അതിന് തൊട്ടുമുട്ടലും എല്ലാം മിൻ ആദത്തിൽ യഹൂദി വന്നസ്വാറ. ഇഹ്യാ ഉലൂമുദ്ദീനില് 1-ാം വാള്യത്തില് ഇമാം ഗസ്സാലി വിശദീകരിക്കുന്നുണ്ട്. ഇമാം നവവി പറയാ, അദ്ദേഹം 2-ാം ഷാഫിയാണ്, അദ്ദേഹം പറയാണ്, വലാ യുസ്തലമുൽ ഖബറു ബിയദിഹി, കൈകൊണ്ട് റസൂലിന്റെ ഖബർ തൊടാൻ പാടില്ല. വലാ യുഖബ്ബിലു, ചുംബിക്കാൻ പാടില്ല. ഖാല വഅലാ ഹാദാ മലത്തി സുന്ന, ഇങ്ങനെയാ സുന്നത്ത് നിലനിന്ന് വന്നിട്ടുള്ളത്. ശേഷം അദ്ദേഹം പറയാണ്, യുസല്ലം, അവിടെ സലാം പറയണം. വലാ യുംസഹ്, തൊടാൻ പാടില്ല. അൽ ഖബർ, ഖബറിനെ. വലാ യുഖബ്ബിലുഹു, അങ്ങോട്ട് പിന്നെ ചുംബിക്കാനും പാടില്ല. വലാ യമസ്സുഹു, സ്പർശിക്കാനും പാടില്ല. ഫഇന്ന ദാലിക ആദത്തുൻ നസ്വാറ, അത് നസ്വാറാക്കളുടെ ഏർപ്പാടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചുംബിക്കലും ഈ തൊടലും ഈ കെട്ടിപ്പൊക്കലൊക്കെ വന്നത്? അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ആഗ്രഹിക്കുക. ഖബറാളിയിൽ നിന്ന് ആ നിലയ്ക്ക് ഇങ്ങോട്ട് ഒന്നും ആഗ്രഹിക്കാനില്ല.
സാധാരണക്കാരനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവിടെയുള്ളത് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് പറയാം. നമുക്ക് ഖബറിനെ കുറിച്ചും ഖബർ ചിന്തയെക്കുറിച്ചുമുള്ള ബോധമുണ്ടാവുക. ഇതാണ് ഇസ്ലാമിൽ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികമായി നമുക്ക് മനസ്സിലാക്കാൻ. അസ്സലാമു അലൈക്കും. ഒരു സുന്നത്താക്കപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നന്മ കിട്ടും. ഞാൻ വിശ്വസിക്കുന്ന നന്മ കിട്ടും. നമുക്കൊരു നന്മയുണ്ട്. ഞാനൊരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തു. അയാളുടെ മഹഫിറത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നൊരു നന്മ കിട്ടി. എനിക്ക് ആ ഒരു നന്മ തന്നെയാണോ ഞങ്ങളുടെ അവിടെ ആലഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ആലഞ്ചേരി ഉപ്പ എന്ന് പറഞ്ഞൊരു ഉപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യുമ്പോഴും ആ നന്മ തന്നെയാണോ എനിക്കിവിടെ കിട്ടുന്നത് എന്നെനിക്കൊരു സംശയമുണ്ട്. അതിന് ഉത്തരം ഞാൻ പ്രതീക്ഷിക്കും. നാം പറഞ്ഞല്ലോ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ഒരാൾ ഈ ലോകത്തില്ല. അത് സ്വന്തം നാട്ടിലെ അയൽവാസിയായ ഒരാൾ മരിച്ച് ആ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും മദീനത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും ഒന്ന് തന്നെ. ഖബറാളിയിൽ നിന്നല്ല ഇങ്ങോട്ടുള്ളത്. നമ്മൾ ആ ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ള സുന്നത്ത് ചെയ്യുമ്പോൾ അല്ലാഹു തആല പ്രതിഫലം നൽകും. അതാണ് നമ്മുടെ നാടുകൾ. ഇപ്പൊ ഇത് അജ്മീർ ഖാജ, ഇത് പുസ്തകമാണ്. അജ്മീറിൽ ഇബ്രാഹിം ബാദ്ഷയുടെ ഖബറിങ്കിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും അവിടേക്ക് സിയാറത്ത് പാക്കേജുകളൊക്കെ സംഘടിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ആണും പെണ്ണൊക്കെ ഒന്നിച്ചു പോകും. അവിടെ പിന്നെ ഫിത്നയൊന്നുമില്ല. പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ ഫിത്ന ഉണ്ടാകുള്ളൂ. അപ്പൊ അങ്ങനെ കച്ചവടം നടക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ ഖബറുകളുടെ പൂർഷയും മറ്റുമൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളാണിത്. ഒന്ന് അജ്മീർ ഖാജ, അതുപോലെ ഏറുവാട് ചരിത്രം, പിന്നെ നാഗൂർ വലി, പല സംഗതികൾ പലതുമുണ്ട്. ഇവിടേക്കൊക്കെ എന്തിനാ പോകുന്നത്? അവരുടെ ലക്ഷ്യം. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു കേട്ടോളൂ. എന്തിനാ അവിടേക്ക് പോകുന്നത്? ഏറുവാടി ഒരു പട്ടണമൊന്നുമല്ല. താമസിക്കാൻ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ഷെഡുകൾ എത്ര വേണമെങ്കിലും ഉണ്ട്. മനസ്സിൽ പലവിധ ഉദ്ദേശങ്ങളുമായി ഏറുവാടിയിൽ വന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും തങ്ങുന്നവരുണ്ട്. ഭ്രാന്ത്, അപസ്മാരം, ക്ഷയം, ക്യാൻസർ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി തേടി ആളുകൾ ദർഗയിലെത്തുന്നു. ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അള്ളാഹിനെ പരിചയപ്പെടുത്തി. അള്ളാഹ് ആരാണ്? വൈദാ മരീദതു വഹുവ യശ്ഫീൻ. അള്ളാഹുവാണ് ഞാൻ രോഗിയായ എനിക്ക് ശിഫ നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ റബ്ബന്നാസി അദിഹി ബിൽ ബാസ് യശ്ഫി അംദശാഫി. ഇപ്പോഴത്തെ ആളുകളുടെ അവസ്ഥ എന്താണ്? കുറെ കാലമായിട്ട് മാറാത്ത ഭ്രാന്ത്, കുറെ കാലമായിട്ട് മാറാത്ത അസുഖം. നേരെ ഏറുവാടിക്ക്, അജ്മീറിലേക്ക്, നാഗൂറിലേക്ക്. അവന്റെ ലക്ഷ്യം എന്താ? ഹൃദയം ലോലമാകല അല്ല. അവന്റെ ഭൗതികപരമായ ആവശ്യം നിറവേറ്റപ്പെടണം. പക്ഷെ ആ ആവശ്യം നിറവേറ്റിത്തരാൻ കഴിവുള്ളവനാരാം? അള്ളാഹുവാണ്. ഇവന്റെ വിശ്വാസം ഈ ഖബറാളി കാണും, എന്റെ അസുഖം മാറ്റിത്തരും. അത് ശിർക്കാണ്. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയാണ്, ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി, ഏത്? ഈ ഖബറ്. ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി, ഏതു കേസും തീർക്കുന്ന കോടതി, അതാണ് ഏറുവാടി. പിശാചുബാധ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന രോഗങ്ങൾ, മാറാവ്യാധികൾ, ഭ്രാന്ത് തുടങ്ങിയ ഏതും ഏറുവാടി ദർഗാ ഷരീഫിൽ വെച്ച് സുഖപ്പെട്ടു മടങ്ങുന്നു. ഈ വിശ്വാസത്തോടുകൂടി ഒരുത്തം പോയാൽ അത് ശിർക്കാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അജ്മീർ ഖാജ അവിടെയുള്ള ദർഗ പരിചയപ്പെടുത്തിയിട്ട് അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഇതിൽ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. വിഷയത്തിന് ചുരുക്കപ്പതാണ്. ഈ പുസ്തകത്തില് ഇതിന്റെ 71-ാമത്തെ പേജില് അജ്മീർ ഖാജയുടെ ദർഗയുടെ ചുറ്റുമുള്ള കുറെ കുട്ടി ദർഗകൾ കാണാം. അപ്പൊ നമ്മളെ ഈ ബാംഗ്ലൂർ ഇപ്പൊ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വലിയ ദർഗ ഉണ്ടാവും, ചുറ്റും വേറെ കൂമുളച്ചമാതിരി വേറെ ചെറിയ ചെറിയ കുറെ വേറെ ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടി പോർച്ച പറഞ്ഞാലേ അവിടുത്തെ പെട്ടിയിലും ആൾക്കാർ പൈസ ഇടുള്ളൂ, അവിടെയും പോയി തവാഫ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ അജ്മീർ ഖാജയുടെ ദർഗ പരിചയപ്പെടുത്തുമ്പോ അവിടെയുള്ള വേറൊരു ദർഗനെ കുറിച്ച് പറയാണ്. 8, 9, 10, 11 ദർഗ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ 9-ാം നമ്പർ ദർഗ കേട്ടോളൂ. ദർഗാ ഷരീഫിന്റെ, അതായത് അജ്മീർ ഖാജയുടെ ദർഗാ ഷരീഫിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ഖബർ കാണാം. ഇത് ഒരു ഷഹീദിന്റെ ഖബറാണെന്നും അതിലുള്ള ഷഹീദ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയത് കൊണ്ട് ഈ ഖബർ ഇപ്പോൾ ശൂന്യമാണെന്നും പറയപ്പെടുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്മാരുണ്ട് ദുനിയാവിൽ. എന്നിട്ട് അവിടെയുണ്ട് പെട്ടി, ഓരായാലും കൊണ്ടുപോയി പൈസ ഇടും. അവിടെയും ഉണ്ട്, അതെടുത്ത് പുതക്കും മൂടും ചെയ്യും. അപ്പൊ തലക്കാലം ഖബറിന്റെ ഉള്ളിലത്തെ ആൾ എന്ത് ചെയ്തിട്ട് എണീറ്റ് പോയിട്ടുണ്ട്. അതാരീ കാക്കാട് പറഞ്ഞത് ഞാൻ പോവുകയാണെന്ന്. പിന്നെ ഇനി അടുത്തത് കേട്ടോ. അദ്ദേഹം സ്ഥലം മാറാൻ പറയപ്പെടുന്ന കാരണം ഇതാണ്. ഉറൂസ് നടക്കുന്ന അവസരത്തിൽ ഒരു സ്ത്രീയും കുട്ടിയും പ്രസ്തുത ഖബറിനരികെ താമസമുറപ്പിച്ചു അത്രേ.
കുട്ടി ഒരിക്കൽ ഖബറിന്മേൽ മൂത്രമൊഴിക്കുകയും ചെയ്തു. ഇത് കാരണമാണത്രേ ആ ഷഹീദ് അവിടെ നിന്നും താമസം മാറ്റിയത്. അങ്ങോട്ട് പോകുന്നൂടെ, അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ ഉള്ളിൽ കൂടെ തുറന്നു കളിക്കാൻ നിൽക്കണം. അത് വേറെ ജീവിന്റെ സ്വഭാവം, മണ്ണിന്റെ ഉള്ളിൽ കൂടെ തുറക്കല്. അല്പം എണീറ്റ് പോകാൻ കഴിയും, ഇങ്ങോട്ടാ പോരേണ്ടത്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ വായിച്ചാൽ വിശ്വസിക്കുന്നു മനസ്സിലാക്കിയ ഉസ്താദുമാരാ കൂടെ ഉള്ളത്. എന്നിട്ട് അജ്മീറിലേക്ക് പോകുക, അതിന് പ്രത്യേകമായ യാത്ര സംഘടിപ്പിക്കുക. അങ്ങനെ പോകാൻ തന്നെ പാടില്ല. ലാ തുശബ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് 3 പള്ളികളിലേക്ക് പോകാൻ പാടുള്ളൂ. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. അവിടെ നബിന്റെ ഖബർ എന്നുള്ളതല്ല ലക്ഷ്യം, ആ പള്ളി സന്ദർശിക്കുക എന്നുള്ളതാണ്. മദീനത്തിൽ എത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകൾ ചെല്ലണം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് തിരിച്ചു പോരണം. വേറെ ഒന്നും അവിടെ ഇല്ല. പ്രാർത്ഥിക്കുമ്പോഴോ ഖിബലന്റെ ഭാഗത്തേക്ക് തിരിയും വേണം. കാരണം ഖബർ ഖിബലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് പോകുമ്പോഴും പ്രതീക്ഷ തന്നെ, ഞാൻ അല്ലാഹ് പഠിപ്പിച്ച ആ കർമ്മം ചെയ്യുന്നു, പ്രവാചകന് പഠിപ്പിച്ച സുന്നത്തിനെ നടപ്പിലാക്കുന്നു, അള്ളാഹു എനിക്ക് ഖൈർ തരണം, അല്ല പ്രതിഫലം തരണം. അതല്ലാണ്ട് ഇവിടെ നിന്നൊന്നും ഖബറിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് പ്രതീക്ഷിക്കലല്ല. അതാണ് സമൂഹത്തിൽ വന്നു പോയ അബദ്ധം. ഇപ്പൊ പുത്തമ്പള്ളി ജാറം, എന്താ അതിന്റെ പരസ്യം? പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറം, മാറാ രോഗങ്ങൾക്ക് അത്ഭുത ഫലസിദ്ധി, പേപ്പട്ടി വിഷ നിവാരണം, പല പരസ്യങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പം വലിയ രോഗമുള്ള ആളുകൾ അങ്ങോട്ട് പോകും. അവിടെ തൊട്ടടുത്ത് കിൽക്കട്ട ജാറം, വേറെ ജാറുണ്ട്, സത്യം ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ജാറാണ്. ഓരോന്നിനും ഓരോരോ ജാറങ്ങൾ. അവിടെ വെളിയങ്കോട് ഒരു ഖബർ ഉണ്ടായിരുന്നു, അല്ല ഉണ്ട്. അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ഖബറിന്റെ മുമ്പിൽ. കഴിഞ്ഞ 4 മാസം മുമ്പ് ആ പെട്ടി കള്ളം കൊണ്ടുപോയി. ആ പെട്ടി എന്ത് പറ്റിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ടുപോയിടുന്ന പെട്ടി. വീട്ടിൽ വല്ലതും കളവ് പോയാലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അവിടെ കൊണ്ടുപോയിടുക. അവസാനം ആ പെട്ടി കാണാണ്ടായി. പോകുന്ന ആളുടെ വിശ്വാസം എന്ത്? ഇതാണ് പ്രശ്നം. ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്തിൽ റബ്ബ് നൽകുന്ന പ്രതിഫലം പ്രതീക്ഷിക്കുക, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ചെയ്യുക എന്നുള്ളതല്ലാതെ അത് ഇന്ന ആളുടെ ഖബർ എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോ ആദ്യം ചെയ്ത പണി എന്താ? ഖാലിദ് ബിൻ വലീദിനെയും അലി ബിൻ അബി ത്വാലിബിനെ പറഞ്ഞയച്ചിട്ട് പൊന്തി നിൽക്കുന്ന ഏതൊക്കെ ഖബറുണ്ടോ സകലം നിരത്തണം എന്നാണ് മക്കം ഫത്തിന്റെ അന്ന് 1ാമത്തെ കൽപ്പന. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ കെട്ടിപ്പൊക്കലില്ല. ഖബറാളിയിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കലുമില്ല. കാര്യകാരണ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും.